ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പോൾ അനിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം നന്ദുവിൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നന്ദു വന്നില്ല, കേക്ക് മുറിക്കാനായിട്ട് പറ്റിയില്ല. ആ ഒരു സങ്കടത്തിൽ വളരെയേറെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് പെട്ടെന്ന് നന്ദുവിൻ്റെ ഒരു മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് കാണുന്നത്. അപ്പോൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ മെസ്സേജ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ ഒരു മെസ്സേജ് കേട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൽ വോയിസ് അടിച്ചിരിക്കുന്നത് വളരെയേറെ സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ നന്ദു അടിച്ചിരിക്കുകയാണ്. നീ എന്നോട് ക്ഷമിക്കണോ നീ എനിക്ക് വേണ്ടി എത്ര നേരം കാത്തിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ എനിക്ക് വരാൻ പറ്റുന്ന ആ ഒരു നിമിഷം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ചെന്നായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആരെയും കണ്ടില്ല. ആ ഒരു കേക്ക് മാത്രമാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് അവിടെ നിന്ന് വെച്ചാൽ അയാൾ വന്ന് എന്നോട് പറഞ്ഞത്, മാഡത്തിന് വേണ്ടി ആ സാർ ഒരുപാട് നേരം കാത്തിരുന്നുവെന്ന്. പക്ഷേ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ലടാ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? നീ അവിടെ വെച്ച ആ കേക്കില്ലേ, അത് സ്വയം മുറിച്ച് ഞാൻ സ്വയം കഴിക്കുമായിരുന്നടാ. അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. നീ എന്നെ ഒരുപാട് പ്രാവശ്യം കാത്തിരുന്നു എന്ന് എനിക്കറിയാം. ഒരുപാട് പ്രാവശ്യം വിളിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നടാ. പിന്നെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ കമ്പനിയിലേക്ക് വന്നായിരുന്നു. അപ്പം മനഃപൂർവ്വം നീ അവിടെ ഇല്ലെന്ന് എന്നോട് പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. എടാ, നീ എന്നെ ഒഴിവാക്കരുതടാ. കാരണം എൻ്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. നീ എന്നോട് പറഞ്ഞായിരുന്നല്ലോ നവീനേട്ടനോട് സത്യങ്ങളൊന്നും പറയരുത്, നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയരുതെന്ന്. എടാ, ഞാൻ സത്യമോടൊന്നും പറഞ്ഞില്ലായിരുന്നു. ആ സമയത്താ ഒരു കഷ്ടകാലം പോലെ കുറേ ഗുണ്ടകൾ കയറി വന്നത്. ഒരു ആക്സിഡൻറ്റ് കേസായിരുന്നു. ഒരു 6 വയസ്സുള്ളൊരു കുട്ടിയെ അവന്മാരിടിച്ച് നിലത്തിട്ടു. ആ കേസിലായിരുന്നു. ആ കേസ് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണതാ നമ്മുടെ നവീനേട്ടൻ കയറി വന്നത്. നവീനേട്ടൻ അവിടെ വന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ പോലീസുകാർക്കൊക്കെ അറിയാലോ എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അവരങ്ങോട്ട് അത് പൊട്ടി പാളീസാക്കി. മാഡത്തിന് വേണ്ടി ഒരു കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കേക്ക് മുറിച്ചിട്ട് വേണം മാഡം പോകാൻ എന്നൊക്കെ പറഞ്ഞിടാ. അപ്പോഴാണ് നവീനേട്ടനും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത്. അങ്ങനെ പിന്നെ നവീനേട്ടൻ വിടോ, ആ കേക്ക് മുറിച്ച് നവീനേട്ടൻ അവിടെ ആഘോഷിക്കായിരുന്നു ഏട്ടാ. അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, നവീനേട്ടാ എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടെന്നൊക്കെ. അങ്ങനെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എടാ നിന്നെ കാണാനും പറ്റിയില്ല. അവിടെ എല്ലാം അവസാനിച്ചെന്ന് എനിക്ക് മനസ്സിലായത്. നീ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണോടാ. എടാ, നീ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലായിരിക്കും. എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പോലും പറ്റില്ല. എടാ, ഇപ്പോഴാടാ നീ വിളിക്കാത്തതിൻ്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഈ നന്ദു വോയിസ് മെസ്സേജ് അടിച്ചിരിക്കുകയാണ്. അപ്പം നന്ദുവിൻ്റെ ആ വോയിസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയാണ്. ഭാവം അത് മനഃപൂർവ്വം ചെയ്തല്ലല്ലോ, അറിയാതെ അവൾക്ക് സംഭവിച്ചു പോയത് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അനി അവിടെ നന്ദുവിനെ വിളിക്കാം. അപ്പം നന്ദു ആണെങ്കിൽ ഇങ്ങനെ ഒരു വഴിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം നന്ദുവിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദു പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. എടാ അനി, നന്ദു ഞാൻ വോയിസ് കേട്ടായിരുന്നു. നിനക്ക് വരാൻ പറ്റാത്ത സാഹചര്യം പറഞ്ഞല്ലേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പോടാ, എന്നെ മനസ്സിലാക്കാൻ പോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ നീ എന്നെ അങ്ങനെയാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? എടാ, നിന്റെ കൂടെ അല്ലാതെ എനിക്ക് എവിടെയാണ് സന്തോഷം കിട്ടുന്നത്? നിന്നെ എത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോടാ. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അല്ല നന്ദു, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് നേരം കാത്തിരുന്നു. അതൊന്നും ഇത് തന്നെ പറഞ്ഞു. അപ്പം എൻ്റെ ഒരു മാനസികാവസ്ഥ നീ ഒന്ന് വിചാരിച്ച് നോക്കിയേ. എനിക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ കാരണമാണ് എനിക്ക് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. പെട്ടെന്ന് നവീനും കൂടി കേക്ക് മുറിക്കുന്ന ആ ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് നീ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്. പിന്നെ നീ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ കാണണ്ടായെന്ന് ഞാൻ വിചാരിച്ചത്. അല്ല, സോറി എടി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാരമില്ല, നീയും അറിയാതെ തന്നെ സംഭവിച്ചു പോയതല്ലേ. പക്ഷേ എടാ, നീ വിളിക്കാതിരുന്നപ്പോഴും നീ എന്നെ അവോയ്ഡ് ചെയ്തപ്പോഴേ ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന് അറിയാവോ നിനക്ക്? പിന്നെ നവീനേട്ടൻ വന്ന് എനിക്കൊരു ഗിഫ്റ്റും തന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. അത് ശരി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ അനി. അങ്ങനെ നമ്മുടെ അനി പറയാണ്, ഏതായാലും നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ബർത്ത്ഡേ കഴിഞ്ഞില്ല, 12 മണി കൊണ്ട് ബർത്ത്ഡേ അവസാനിക്കില്ലല്ലോ. ഇനിയുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി 12 മണി ആയാലോ? വീണ്ടും രാത്രി 12 മണിയോ? ഇനിയും വീട്ടുകാരെ പറ്റിച്ച് വരണ്ടേടാ, അത് വലിയൊരു പ്രശ്നമായി തീരും. അപ്പോൾ അതുകൊണ്ട് 12 മണിയെ നമുക്കൊന്ന് മാറ്റിയാലോ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, 8 മണിക്ക് നിനക്ക് വരാൻ പറ്റുമോ എന്ന് നന്ദുവിനോട് ചോദിക്കണം. 8 മണിയാണെങ്കിൽ ഓക്കെ, 8 മണിക്ക് എനിക്ക് വരാനായിട്ട് പറ്റുമോടാ? എന്തായാലും ഇനി എൻ്റെ അമ്മ സംശയിച്ചാലും എനിക്ക് പ്രശ്നമില്ല. നിന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കി തരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രി 8 മണിക്ക് നമ്മൾ ഒരുമിച്ച് കൂടുന്നു, കേക്ക് മുറിക്കുന്നു, എന്താ അതുപോലെ എന്ന് ചോദിക്കണം. വളരെ സന്തോഷം. അപ്പോൾ നിന്റെ ബർത്ത്ഡേ നമ്മൾ ഇന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിക്കും. നീ കേക്ക് മേടിക്കരുത്, ഞാൻ തന്നെ കേക്ക് മേടിക്കുള്ളൂ, ഉറപ്പായിട്ടൂടാ. നീ തന്നെ കേക്ക് മേടിച്ചുകൊണ്ട് വന്നോ. ഇനി നിന്റെ ആഗ്രഹം സാധിച്ചു തന്നിട്ടേ വേറൊരു കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ഫോൺ അവിടെ വെക്കുകയാണ്.
അപ്പോൾ ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അനി വീണ്ടും ആലോചിക്കുകയാണ്, അല്ല എന്തായിരിക്കും നവീൻ അവൾക്ക് കൊടുത്ത സമ്മാനം? അല്ല എനിക്കറിയണമല്ലോ അത്. അങ്ങനെ അനിയാണെങ്കിൽ പെട്ടെന്ന് നവീനെ വിളിക്കുകയാണ്. എടാ നവീനെ, നീ എവിടെയാ? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടറാ. എടാ നിന്നെയല്ലേ കാണാൻ കിട്ടാത്തത്. പിന്നെ നീ നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചെന്നൊക്കെ കേട്ടല്ലോ. അല്ല നീ നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. എടാ അത് പിന്നെ ഞാനൊരു റിങ്ങാണ് കൊടുത്തത്. റിങ്ങോ? ഞാനത് അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോതിരം മാറ്റം എന്ന് വേണം കരുതാനായിട്ട്. ഇത് കേട്ട് അനി ആകെ ഷോക്കായി പോവാ. അനിക്ക് ഭയങ്കരമായിട്ടും ദേഷ്യം വരികയാണ്. നീ മോതിരം കയ്യിലിട്ട് കൊടുത്തു? അതെ, അവൾക്ക് ആ മോതിരം കുറച്ച് ടൈറ്റ് ആയിരുന്നേ. അപ്പം ഞാൻ അവളുടെ കയ്യിലോട്ട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അല്ല എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അവൾ എന്ത് പറയാനാണ്? ഇപ്പം നമ്മളൊരു ജ്വല്ലറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോതിരം കയറിയില്ലെങ്കിൽ അവരൊന്ന് കയറ്റി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കില്ലേ? അതുപോലെ അവളും കരുതിയിട്ടുണ്ടാവുള്ളന്നേ. പക്ഷേ എൻ്റെ മനസ്സിൽ ആ ഒരു മോതിര ചടങ്ങാണ് നടന്നത്. അതാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കലി വരികയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെയായിരുന്നല്ലേ. എടാ ഏതായാലും നന്ദുവിൻ്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടി ഒന്ന് ആഘോഷിച്ചാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ വേണ്ട, എനിക്കിവിടെ ഭയങ്കര തിരക്കാടാ. ഞാനിപ്പോൾ MD സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് എനിക്ക് ആഘോഷിക്കാനായിട്ട് വരാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അപ്പോൾ അനിയാണെങ്കിൽ അവൾക്ക് അവൻ മോതിരം ഇട്ട് കൊടുത്തിരിക്കുന്നു. എന്തൊരു കഷ്ടകാലമാണെന്ന് ഞാൻ ആലോചിക്കണം. ഇവനിത് എന്തിൻ്റെ കേടാണ്? അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, പാവം. അവനൊരു പാവത്താൻ പിടിച്ചവനാണ്. ഞങ്ങളുടെ ഇടയിൽ നടക്കണ സത്യം അവൻ അറിയാൻ പാടാത്തത് കൊണ്ടാണല്ലോ അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത്. പക്ഷേ എങ്ങനെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊന്നും ഒരു പിടിയില്ല. ഈ കെണിയിൽ ചെന്ന് അവൻ തന്നെയാണ് വീണിരിക്കുന്നത്. ഇനി സത്യാവസ്ഥ അറിഞ്ഞു കഴിയാൻ നേരത്ത് എന്തായിരിക്കും ദൈവമേ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ അനി ചിന്തിക്കുക. അങ്ങനെ അനിയാണെങ്കിൽ ഒരു ഡിസൈൻ നോക്കുക. അങ്ങനെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൊള്ളാം, ഇത് തന്നെ ആയിരിക്കണം നന്ദുവിൻ്റെ നെക്ലസ്. നവീനൊരു മോതിരം കൊടുത്തെങ്കിൽ എനിക്ക് പിന്നെ എന്താ ഡയമണ്ട് നെക്ലസ് കൊടുത്തൂടെ? അപ്പോൾ ഇതിന് എത്ര വിലയാണെങ്കിൽ കൂടിയും ഡയമണ്ട് നെക്ലസ് തന്നെ അവൾക്ക് കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ അനി ഓർത്തുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് ഡേവിഡിനെയാണ്. അപ്പോൾ ഡേവിഡ് ആണെങ്കിൽ മാളവിക്ക് വരച്ച ഡിസൈൻ നോക്കുക. അപ്പോൾ ഡിസൈൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഈ ഡിസൈനിൽ വലുതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെയല്ലേ ഇനി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തൊക്കെയാണ് ആ ഡിസൈനിൽ കണ്ടിരിക്കുന്നത്? അങ്ങനെ ആ ഡിസൈന് മറ്റേ അയാൾക്ക് അടച്ചു കൊടുക്കുകയാണ്. ഇതാത്ത ഓണറിന് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്തപ്പോഴേക്കും ഇയാൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. എന്നിട്ട് ഡേവിഡിനെ വിളിക്കുകയാണ്. എടോ എങ്ങനെയുണ്ടോ ഡിസൈൻ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡേവിഡ് ഒന്ന് അമ്പരം ഇങ്ങനെ നിൽക്കണം. ഇനിയിപ്പോൾ എന്ത് പറയും, ഡിസൈൻ ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മോശക്കേടാ. അപ്പോൾ രണ്ടുമല്ലാത്ത രീതിയിൽ ഒന്ന് സംസാരിക്കാം. എന്താണാവോ സാർ ഇങ്ങനെ പറഞ്ഞത്? ഇനി സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? സാറേ തരക്കേടില്ല സാറേ. എന്താടോ താൻ ഇങ്ങനെ പറയുന്നത്? തരക്കേടില്ലെന്നോ? എടോ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. അത് പിന്നെ സാറേ കുഴപ്പമില്ല, തരക്കേടില്ല. എടോ ഇത്രയും നല്ല സാധനത്തിന് എക്സലൻ്റ് എന്ന് പറയാതെ താൻ എന്താണ് ഇങ്ങനെ കിടന്ന് പറയുന്നത്? അത് പിന്നെ സാറേ എനിക്കിഷ്ടപ്പെട്ടു സാറേ, അതുകൊണ്ടാണ് സാറേ എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞത്. കൊള്ളാം, നല്ല മറുപടിയാണ് താൻ പറയുന്നത് കേട്ടോ. താനേ നല്ല അടിപൊളി മറുപടി തന്നെയാണ്. എടോ തനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും തന്നോട് കൂടി അഭിപ്രായം ചോദിക്കണമല്ലോ സാറേ. എൻ്റെ അഭിപ്രായം എന്ത്? സാറിൻ്റെ അഭിപ്രായമാണല്ലോ ഇവിടെ മെയിൻ. അപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഓക്കെ. അപ്പോൾ സാറ് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എടാ ഈ മാളവിക അടിപൊളി ഡിസൈൻ തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നയന ഓരോ ഡിസൈൻ ചെയ്തിട്ടാണ് മൂർത്തീസ് ജ്വല്ലറിയെ അങ്ങ് കൊമ്പത്തെത്തിച്ചത്. ഇപ്പോൾ അതെല്ലാം ഇടിഞ്ഞ് താഴെയായില്ലേ. എടോ ഈ മാളവി കാരണം നമ്മളിനി ഉയരങ്ങളിലേക്ക് പോകാൻ പോവാടോ. അപ്പം മാളവികയ്ക്ക് എത്ര ശമ്പളം കൊടുത്താലും അതൊന്നും കുറവായിട്ട് തീരൂല. അതുകൊണ്ട്
മാളവികയ്ക്ക് എന്തോരം വേണമെങ്കിലും ശമ്പളം കൊടുത്തു, അതൊന്നും കൂടുതലാവില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുകയാണ്. അപ്പോൾ ഇയാൾക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പോൾ അനിയാണെങ്കിൽ സ്വപ്നലോകത്തിരിക്കുകയാണ്. ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് എൻ്റെ നന്ദു വന്നു കഴിയാൻ നേരത്ത് എത്ര സുന്ദരിയായിരിക്കും, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ കിടന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ നമ്മുടെ നന്ദു സാരിയെ കൊടുത്ത് നല്ല നെക്ലസ് ഒക്കെ ഇട്ട് ആ കമ്മലൊക്കെ ഇട്ട് ദാ വരുന്നു സ്കൂട്ടറിൽ. അങ്ങനെ അനിയുടെ കമ്പനിയുടെ മുന്നിലിറങ്ങാണ്. അപ്പോൾ അനിയും വരികയാണ്. അനി നന്ദുവിനെ കണ്ട് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക മതിമറന്നൊരവസ്ഥയിൽ. എങ്ങനെയുണ്ട് അനി എന്ന് ചോദിച്ചപ്പോഴേക്കും നീ സുന്ദരിയായിട്ടുണ്ട് നന്ദു, ഇതേ ഈ നെക്ലസും കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുക. പക്ഷേ എനിക്കിത് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് പറ്റില്ലല്ലോ അനി, കാരണം വീട്ടിലെ അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ അവർ ചോദിക്കില്ലേ, ഇത്രയും വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലസ് ഒന്നും മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ ആ ഒരു ചോദ്യം വേണ്ട അനി. അപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കാം, നമുക്ക് ലോക്കറിൽ സൂക്ഷിക്കാം. ഞാൻ നിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം, എന്നിട്ട് ലോക്കറിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങണ്ട, എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, ആ ലോക്കറിൽ സൂക്ഷിക്കാം. സൂക്ഷിച്ചോളൂ, പക്ഷേ നീ ഡയമണ്ട് നെക്ലസ് ഈ ലോക്കറിൽ സൂക്ഷിക്കുമ്പോഴേ എൻ്റെ ഹൃദയം നീ നിൻ്റെ ലോക്കറിൽ വെച്ചേക്കണം, കാത്തു സൂക്ഷിച്ച് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ നന്ദുവിന് ഭയങ്കര സന്തോഷം നൽകി രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. പക്ഷെ ആ ഒരു സീന് ആ MD കസാരിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അവിടുത്തെ ഒരാൾ കയറി വരുന്നത്. കയറി വന്നിട്ട് സാർ എന്ന് വിളിച്ചുകൊണ്ട്, എടോ എന്താണോ ഇത്, ഒന്ന് മുട്ടിയിട്ട് കയറാൻ പാടില്ല എടോ, ഇതാണ് തൻ്റെ മാനേജേഴ്സ്. അത് പിന്നെ സാർ ഒരു ചെക്ക് സൈൻ ചെയ്യണമായിരുന്നു, സൈൻ ചെയ്തോളാം, താനിവിടെ വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതവിടെ വെച്ചിട്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ അനിയാണെങ്കിൽ ഇന്ന് ഏതായാലും എൻ്റെ ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ അത് പൂർത്തീകരിക്കണം, എനിക്ക് അവൾക്ക് ആ ഡയമണ്ട് നെക്ലസ് കൊടുക്കണം, എന്നിട്ട് ഞങ്ങളുടെ പ്രണയങ്ങൾക്ക് പങ്കിടണം, അങ്ങനെ ആസ്വദിച്ച് ഇന്ന് രാത്രി കഴിയണം, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആദർശും നയനയും മാളവിയും കൂടി എന്തൊക്കെയോ രഹസ്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഈ ജ്വല്ലറിയെ തകർക്കണമല്ലോ, ഇതിൽ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമല്ലോ, അതിനുവേണ്ടി തന്നെ അവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയണതിന് ശേഷം മാളവിക അവിടെ നിന്ന് പോവാണ്. അപ്പോൾ മാളവിക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നീക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് മാളവിക. പക്ഷേ ആദർശേട്ടാ, നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം മാളവിക ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾക്കൊരു ദോഷമായിട്ട് അത് മാറരുത്. പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവൻ തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയാകും. ഒരിക്കലും അങ്ങനെ നടക്കില്ല നയനെ, അവളുടെ പിന്നാലെ തന്നെ നമ്മളും ഉണ്ടല്ലോ, അവൾക്കൊരാപത്ത് വരാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല, അങ്ങനെ ചെയ്യോടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നമ്മുടെ ഓരോരോ ഡിസൈനുകളും അവർക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. തോന്നുമല്ലോ, കാരണം ആദ്യം ഈ ഡേവിഡ് എന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ടേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, ഇത് എന്തിന് കൊള്ളാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇയാൾ വേറൊരാൾക്ക് അയച്ചു കൊടുത്തു, അവരാണ് പറഞ്ഞത് ഈ ഡിസൈൻ അടിപൊളിയാണ്, എക്സലൻ്റ് ആണ് എന്നൊക്കെ. അപ്പോൾ ഈ ഡേവിഡിന് പിന്നിൽ ആരാണുള്ളത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം ഈ ഡേവിഡിന് ഡിസൈനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലെന്ന് നമുക്ക് ഏതായാലും കാര്യങ്ങളെല്ലാം മനസ്സിലായതാ. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ്, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് പറയാണ്. അതേ ആദർശേട്ടാ, അതാരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ പറയണം. അതേ നയനെ എന്നും പറഞ്ഞുകൊണ്ട് അവരൊരു തീരുമാനം എടുക്കുക. പിന്നീട് കാണിക്കുന്നത് നവ്യ നേരെ അഭിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ അഭി, നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞോ? എടാ നിനക്ക് ജോലി കൺഫേം ആയടാ. ആണോ നവ്യെ, എനിക്ക് ജോലി കൺഫേം ആയ? പിന്നെ അധികം താമസിയാതെ തന്നെ നിന്നെ ഒരു മാനേജറായിട്ട് ഇരുത്തുമെന്നൊക്കെയാണ് പറയുന്നത്. മാനേജറായിട്ടോ? സത്യമാണോ? ഏതായാലും ഞാനവിടെ മോഡലായിട്ട് നിൽക്കുകയാണല്ലോ, അപ്പം എൻ്റെ മോഡൽ കാരണമാണ് അവരുടെ കമ്പനി ഉയരങ്ങളിലേക്ക് പോയത് എന്നൊക്കെയാണ് അവരുടെ മനസ്സിലെ ധാരണ. പക്ഷെ അതുകൊണ്ടാണ് നിനക്കിപ്പോൾ നല്ലൊരു മാനേജർ സ്ഥാനം തന്നെ അവർ തന്നിരിക്കുന്നത്. പക്ഷെ മാനേജറൊക്കെ ആയിക്കഴിയാൻ നേരത്ത് നീ കള്ളവും കപടത്തരമൊന്നും കാണിക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? എൻ്റെ നവ്യ, ഞാനതൊക്കെ എപ്പോഴേ നിർത്തിയതാ. അങ്ങനെ നല്ലവനായിട്ട് ശ്രമിക്കുമ്പോഴല്ലേ എന്നെ ജയിലിൽ കൊണ്ട് പിടിച്ചിട്ടത്. എടാ, ഇതിനെല്ലാത്തിനും തിരിച്ചടി കൊടുക്കണോടാ. അവരുടെ മുന്നിൽ നിനക്ക് ജോലി കിട്ടിയെന്നൊക്കെ കാര്യങ്ങൾ പറയണം. അത് പിന്നെ നവ്യെ, എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. എന്താ പറഞ്ഞാൽ നിനക്ക് പേടിയാണല്ലേ? ശരി, നിനക്ക് വേണ്ടി ഞാൻ തന്നെ പറഞ്ഞോളാം, എനിക്കൊരു പ്രശ്നമില്ല പറയുന്നത് കൊണ്ട്. പക്ഷേ പിന്നെ മുത്തശ്ശൻ്റെ മുന്നിലും നിനക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, നീ ഇപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നിൻ്റെ മുത്തശ്ശൻ്റെ കൊച്ചുമോൻ അങ്ങോട്ട് പൊക്കി നിർത്തണം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ അതൊന്നും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നവ്യെ. കാരണം ഈ അനന്തമൂർത്തിയുടെ യഥാർത്ഥ കൊച്ചുമോനല്ലല്ലോ ഞാൻ.
അപ്പോൾ പിന്നെ അവരെന്നെ ആ ഒരു രീതിയിലേ കാണുള്ളൂ. അവരേത് രീതിയിലും കണ്ടാലും ശരി. പക്ഷേ നീ ഇനി ഈ ജോലിയിൽ നിന്ന് പിന്നോട്ട് പോകരുത്. അവരെന്തൊക്കെ കാണിച്ചാലും ശരി, എന്തൊക്കെ പറഞ്ഞാലും ശരി, അവർ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നീ പതർച്ചയായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അത് വേണ്ട. നിനക്ക് നല്ലൊരു ജോലി കിട്ടാനായിട്ട് പോവാണ്. പിന്നെ എനിക്ക് മോഡലിന് പോകേണ്ട കാര്യമില്ല. ലക്ഷങ്ങളായിരിക്കും നിനക്ക് ശമ്പളം. പറഞ്ഞാൽ മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. ഈ അഭിയാണെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് അനിയാണ്. അപ്പം അനി നല്ല മിടുക്കനായിട്ട് കുട്ടപ്പനായിട്ടൊക്കെ ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്കും അധികം മേക്കപ്പ് ഇല്ല, നന്ദുവിനും മേക്കപ്പ് ഇല്ല. പക്ഷേ അവൾ എന്നെ കാണാൻ വരുമ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് അവൾ എന്നെ കാണാൻ വേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഞാൻ അവളെ കാണാൻ പോകുമ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടട്ടെ, എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അമ്മ വരിക. ജാനകി വന്നിട്ട് ചോദിക്കേണ്ടത്, എന്താടാ നീ എന്താ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറഞ്ഞത്? അതൊന്നുമില്ല അമ്മ, ഞാനിങ്ങനെ ചുമ്മാ. നീ എന്താ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങിയാണ്? എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു അമ്മേ എന്ന് പറയാണ്. എടാ നീ പുറത്തു പോകണമെന്ന് പറഞ്ഞു, പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നീ വല്ല ആലോചിച്ചോടാ? അമ്മ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കണ്ടോ? അത് നീ മറന്നു പോയല്ലേ? എടാ ഇന്ന് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്ന ദിവസമാടാ. അയ്യോ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നോ? മാർച്ച് 16 എൻ്റെ വെഡിങ് ആനിവേഴ്സറി. എന്നിട്ട് നീ ഇതൊക്കെ മറന്നു പോയല്ലേ? എല്ലാ പ്രാവശ്യം നീ എനിക്ക് ഗിഫ്റ്റ് തരുന്നതാ, ഈ പ്രാവശ്യം അതും മറന്നു പോയല്ലേ അനി എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ എൻ്റെ ദൈവമേ, ഇതിപ്പോൾ നന്ദുവിൻ്റെ ബർത്ത്ഡേയും അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഒരു ദിവസമായിരുന്നു എൻ്റെ ദൈവമേ എന്നും പറഞ്ഞോണ്ട് നിൽക്കുക. അപ്പോൾ ജാനകി വേറൊരു സംഭവം കാണുകയാണ്. എന്താണത് എന്ന് ചോദിച്ചപ്പോഴേക്കേ അതൊന്നുമില്ല, എന്ത് സംഭവം ഉണ്ടല്ലോ, ഞാൻ തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് നന്ദുവിന് കൊടുക്കാൻ വെച്ച ആ ഗിഫ്റ്റ് ജാനകി തുറന്ന് നോക്കുക. അപ്പോൾ ജാനകി തുറന്നു വെച്ചപ്പോഴും അയ്യോ അടിപൊളി, ഏട്ടാ ഭയങ്കര. അപ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് നിനക്ക് അറിയായിരുന്നു, എന്നിട്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് നീ എനിക്ക് ഗിഫ്റ്റ് മേടിച്ച് വെച്ചതാണല്ലേ? കൊള്ളാം, എനിക്ക് മനസ്സിലായടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റ് എടുത്ത് കഴുത്തിലേക്ക് അങ്ങോട്ട് വെച്ച് നോക്കിയാണ്. ആനി പെട്ടു എന്നൊരു അവസ്ഥയിലായി പോവുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ യു, ബൈ.